ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. നമുക്കതിന് വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളം, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് എടുത്തു വെക്കാം. ഈ കഞ്ഞിവെള്ളത്തിൽ വാഴയ്ക്ക ഇട്ട് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ കറ പോകുമെന്നതാണ് കഞ്ഞിവെള്ളം നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ഈ ഏത്തയ്ക്കയുടെ തൊലി കളഞ്ഞ്, തൊലി മുഴുവനും പൊളിച്ച് കളയണ്ട, അതിൻ്റെ ആ മുകളിലെ ആ പച്ച കട്ടിയുള്ള പച്ച മാത്രം ഒന്ന് കളഞ്ഞാൽ മതി. എന്നിട്ട് അതിനെ ഈക്വലായിട്ട് കട്ട് ചെയ്തിടാം. അങ്ങനെ എല്ലാ വാഴയ്ക്കയും അതുപോലെ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടിട്ട് നമുക്കതിനെ ചെറുതായി അരിഞ്ഞെടുക്കാം. അരിഞ്ഞ് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലേക്കാണ് നമ്മൾ അരിഞ്ഞിടുന്നത്. അപ്പോൾ അത് കറക്കാതെ, ഇല്ലെങ്കിൽ ഈ കറ വന്ന് കറുത്തിരിക്കുമെന്ന് പറയും, കറക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത്. ഇങ്ങനെ എല്ലാം അരിഞ്ഞ് ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളൊന്നും കൂടെ വേറൊരു നല്ല വെള്ളത്തിലും കൂടെ ഇട്ടൊന്ന് കഴുകിയെടുക്കണം. അതും കഴുകി വാരിയിട്ട് നമ്മളതിനെ കുക്ക് ചെയ്യാനുള്ള വെസലിലേക്ക് ഇടാം. നമ്മളിത് വേവിച്ചെടുക്കണം. ആദ്യം ഇതിനെ ഈ വാഴയ്ക്കയൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളതൊരു ചരുവത്തിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ഗ്ലാസ് വെള്ളം, അതിൻ്റെ നികക്കെ വരണ്ട, അതിൻ്റെ ഒരു 1/4 ഭാഗം വെള്ളം നിൽക്കുന്നത് പോലെ വന്നാൽ മതി. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. 1 സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് ഇട്ടാൽ മതി. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് വേകാൻ വയ്ക്കാം. ഒരു 5-8 മിനിറ്റിനുള്ളിൽ അത് വേകും. ആ വെള്ളം വറ്റിയില്ല, അധികം അത് വെന്ത് കഴിഞ്ഞെങ്കിൽ അധികമുള്ള വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞേക്കാം. എന്നാലേ ഉള്ള മെഴുക്ക് പുരട്ടി നല്ല ഓരോന്നായിട്ട് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കൂടി ചേർന്ന് കിടക്കും. അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്ന മുളകും കൂടെ ഇട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മളൊരു പാൻ ചൂടാക്കി അതിൽ ഓയിൽ ഒഴിച്ച് ആ എണ്ണയൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളി ചതച്ചത് അതിലിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇത്തിരി ചുമക്ക വഴറ്റണ്ട, എങ്കിലും നന്നായി അത് വഴന്ന് വന്നതിന് ശേഷം കറി ലീവ്സ് ഇടാം. ഒരല്പം കുരുമുളക് പൊടി ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. അതൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി എല്ലാം നന്നായി മൂത്ത് കാണും. ചുമക്കെ മൂത്ത് പോകണ്ട. അതിലേക്ക് ഈ വാഴയ്ക്ക വേവിച്ചത് ഇട്ട് പതുക്കെ പൊടിഞ്ഞു പോകാതെ, ഈ വാഴയ്ക്ക പൊടിഞ്ഞു പോകാതെ നമ്മൾ പതുക്കെ ഇളക്കി മറിച്ച് കൊടുക്കണം. നന്നായി ആ എണ്ണയിൽ, ഇതുപോലെ എണ്ണയിൽ ഒന്ന് വഴന്ന ശേഷം നമുക്കിത് മാറ്റാവുന്നതാണ്. ഇത് റെഡിയായി കഴിഞ്ഞു. നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് എടുത്തിട്ട് വിളമ്പാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.